guys, this is Alfia and Fal Kitchen Vlogs. Assalamualaikum. Welcome to our YouTube channel. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് ഗൈസ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അത്ര അടിപൊളിയായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പി ചെയ്തെടുത്തിട്ടുള്ളത്. വീട്ടിൽ കറി ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. ഇത് വളരെ എളുപ്പമാണ്. ഇതിന് വേണ്ടിയത് നമ്മൾ അന്ന് ഉണ്ടാക്കിയ ആ ഒരു റൈസ് മാത്രമാണ്. കൂടാതെ തന്നെ വീട്ടിൽ അല്ലറ ചില്ലറ സാധനങ്ങൾ കൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിള്ളേർക്കായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. വരൂ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാം. ആദ്യം കടായിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാൻ വെക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ വല്യുള്ളി ചേർത്ത് കൊടുക്കാം. തുടർന്ന് നമ്മൾ നല്ലോണം വഴറ്റി കൊടുക്കണം. ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലോട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ശേഷം മുട്ട ഉള്ളിയുമായിട്ട് യോജിക്കുന്ന രീതിയിൽ നല്ലപോലെ ചിക്കിയെടുക്കുക. കുറേ നേരം ഇങ്ങനെ ചിക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇനി ഇളക്കി യോജിക്കാം. നല്ലപോലെ വഴറ്റി നല്ലപോലെ ഇളക്കി യോജിക്കാം. അപ്പോൾ ഒരു മണം ലഭിക്കുന്നത് വരെ നമുക്ക് ഈ കറിവേപ്പില ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിക്കാം. ഇനിയാണ് നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പിയിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും. ഇത് രണ്ടും 2 മിനിറ്റ് ഹാഫ് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അതായത് 2 മിനിറ്റ് വേവിച്ചെടുക്കുക. ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിക്കാം. ഇതാണ് ഈ ഒരു ഫ്രൈഡ് റൈസിലെ സീക്രട്ട് ആയിട്ടുള്ള ഏജൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഹാപ്പി മേയുടെ ഫ്രൈഡ് റൈസ് മിക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്. വെറും 12 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇനി ഇളക്കി യോജിക്കുക കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ശേഷം നമ്മൾ ഇതിലോട്ട് പെപ്പർ ആഡ് ചെയ്യുകയാണ്. അതുപോലെ ചില്ലി പൗഡറും. എരിവിനനുസരിച്ച് ഇത് രണ്ടും നിങ്ങൾക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിക്കുക കേട്ടോ. കൂടാതെ തന്നെ ഇതിലോട്ട് നമുക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഡാർക്ക് സോസ് ആയാലും മതി, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോസ് നല്ലതുപോലെ ഇളക്കി യോജിക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും നല്ലതുപോലെ വണക്കിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മുടെ ഈ ഒരു ഫുള്ളി കുക്ക്ഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു റൈസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലതുപോലെ സാധാ നോർമൽ റൈസ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഈസിലി സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ലതുപോലെ ഇളക്കി യോജിച്ച് കഴിഞ്ഞാൽ അതെ ഇതുപോലെ കാണും. വളരെ നല്ലൊരു ടേസ്റ്റാണ്, ഹെൽത്തി ഫുഡാണ്. ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ശരി, അപ്പോൾ ബൈ. അസ്സലാമു അലൈക്കും.